ലോ ഓഫ് അട്രാക്ഷൻ എന്നൊരു തിയറിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? നമ്മൾ എന്ത് കാര്യം പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഇതേ ഒരു കാര്യം നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നമ്മുടെ ലൈഫിൽ നെഗറ്റീവും സംഭവിക്കും. അത് നമ്മുടെ പരീക്ഷയിൽ എങ്ങനെ ബാധിക്കുന്നു നോക്കാം. എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം എന്ന് നമ്മൾ പറയാറില്ലേ? കാരണം എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ അതേപടി നടക്കാൻ ചാൻസ് കൂടുതലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം നമ്മളൊരു കാര്യം നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നിരിക്കട്ടെ, പഠിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ ഫുള്ള് ഈ PSC കിട്ടാനൊന്നും ചാൻസ് ഇല്ല എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ PSC എഴുതുന്നവർ ഒരിക്കലും തോൽവിയെക്കുറിച്ച് ആലോചിക്കരുത്. തോൽവിയെക്കുറിച്ച് ആലോചിക്കാം, എന്താലോചിക്കണം? ഇങ്ങനെയൊക്കെ പഠിച്ചില്ലെങ്കിൽ തോറ്റുപോയേക്കാം എന്ന് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. അല്ലാതെ പഠിക്കുമ്പോൾ ഞാൻ തോറ്റുപോകാനാ ചാൻസ് കൂടുതൽ, ഇനി റാങ്ക് ലിസ്റ്റിൽ വരാൻ ചാൻസ് ഇല്ല എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ ഡെയിലി ഒരു കാര്യം പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് പതിയെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമുക്ക് PSC ഫസ്റ്റ് റാങ്ക് കിട്ടും എന്ന് നമ്മൾ ഡെയിലി ഒരു 10 പ്രാവശ്യം ഒരു പേപ്പറിൽ എഴുതുന്നു പരീക്ഷ വരെ. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ചാൻസ് കൂടുതലാണെന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. പക്ഷേ നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഏതൊരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും നമുക്ക് ഈ നെഗറ്റീവ് തോട്ട് ഉണ്ടാവും. കാരണം നമ്മൾ എല്ലാവരും ഒരു മനുഷ്യരാണല്ലോ. അപ്പോൾ മനുഷ്യന്മാരുടെ പൊതുവായ ചിന്താഗതിയാണിത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു നെഗറ്റീവ് വശം കൂടെ നമ്മൾ ആലോചിക്കും. ഇത് പഠനത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും നമ്മൾ നെഗറ്റീവ് ചിന്തിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് മാത്രമേ നടക്കാറുള്ളൂ. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ്. നിങ്ങൾ ദിവസവും നിങ്ങൾ വിജയത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. എങ്ങനെ പഠിക്കാം, എത്ര സമയം പഠിക്കാം, ഇന്ന് എന്ത് ടോപ്പിക് പഠിക്കണം, ഇതെല്ലാം പഠിക്കുന്ന എല്ലാം ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ വന്നോളും, ഞാൻ എന്തായാലും പാസ്സാവും, ഞാൻ എന്തായാലും മെയിൻ ലിസ്റ്റിൽ കാണും എന്ന രീതിയിൽ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇനി അതിനും കഴിയുന്നില്ലെങ്കിൽ നിങ്ങളൊരു ബുക്കോ ഒരു പേപ്പറോ എടുത്ത ശേഷം ഡെയിലി രാവിലെയും വൈകുന്നേരവും 21 പ്രാവശ്യം ആ പേപ്പറിൽ എഴുതുക. ഞാൻ എന്തായാലും ഫസ്റ്റ് റാങ്ക് വാങ്ങും, അല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ വരും. എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതൊരു 21 പ്രാവശ്യം എഴുതുക. അത് പരീക്ഷയുടെ തലേന്ന് വരെ എഴുതുന്നത് നമുക്ക് ഗുണം ചെയ്യും. കുറച്ച് സമയം അതിന് വേണ്ടിയിട്ടാവുകയുള്ളൂ. അപ്പോൾ അത്ര എഴുതുന്ന സമയത്ത് ഒന്നിലേ നമുക്കൊരു കുറ്റബോധമെങ്കിലും തോന്നും. നമ്മളിതിന് വേണ്ടിയിട്ട് പഠിക്കുന്നില്ലല്ലോ, ചുമ്മാ എഴുതി പോകുന്നേ ഉള്ളല്ലോ എന്നുള്ളൊരു കുറ്റബോധം കൊണ്ടെങ്കിലും നമ്മൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കും. മാത്രമല്ല, അങ്ങനെ എഴുതി വരുമ്പം നമ്മളെ മനസ്സ് അതുമായിട്ട് അഡ്ജസ്റ്റ് ആവുകയും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുകയും ചെയ്യും. നന്നായിട്ട് പഠിക്കുകയും റിവിഷൻ ചെയ്യുകയും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കുറച്ച് നേരം പഠിക്കും, നാളെ